നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പടിയൂരിൽ രണ്ടാം ഭാര്യയും അമ്മയും കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതി പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് റിപ്പോർട്ട്. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പടിയൂർ പഞ്ചായത്ത് ഓഫീസിനടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കാറളം വെള്ളാനി സ്വദേശി കൈതവളപ്പിൽ പരേതനായ പരമേശ്വരന്റെ ഭാര്യ മണി, മകൾ രേഖ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസൊക്കെ പുറത്തിറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇയാളിപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കേദാർ പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇവിടെ നിന്നും അന്വേഷണ സംഘം പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ എത്തി ഇയാളുടെ മൃതദേഹമാണെന്ന് ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് മണിയെയും രേഖയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഴുകിയ നിലയിലായിരുന്നു ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ. സംഭവത്തിന് ശേഷം രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനെ പോലീസ് ബന്ധപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും കിട്ടിയിരുന്നില്ല. ബുധനാഴ്ച രാത്രി ഫോറൻസിക് വിദഗ്ധർ നടത്തിയ പരിശോധനയിലാണ് പ്രേംകുമാർ എഴുതിയ ഭീഷണി കത്തും കുറേ ചിത്രങ്ങളുമൊക്കെ കണ്ടെത്തിയത്. ഇവൾ മരിക്കേണ്ടവൾ എന്നെഴുതിയ കുറിപ്പാണ് ഈ മൃതദേഹങ്ങൾക്ക് സമീപത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇരുവരെയും കഴുത്തുഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് സ്ഥിരീകരിച്ചിരുന്നത്. കൊലപാതകമാണെന്ന നിരീക്ഷണത്തിലാണ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പോലീസ് പുറത്തിറക്കിയത്. ഇയാൾ 2019 ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. ഈ കേസിൽ 90 ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ പ്രേംകുമാർ ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു. 5 മാസം മുൻപായിരുന്നു ഈ രേഖയെ വിവാഹം കഴിച്ചത്. തന്റെ ആദ്യ ഭാര്യ അപകടത്തിൽ മരിച്ചുപോയതാണെന്ന് ഇയാൾ രേഖയോട് പറഞ്ഞു വിശ്വസിപ്പിക്കുകയായിരുന്നു. മാത്രമല്ല, ഇയാൾ സ്വന്തം കുടുംബവുമായി യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല. 2019 പ്രേംകുമാർ കാമുകിക്കൊപ്പം ചേർന്ന് ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ പ്രേംകുമാറിനെയും കാമുകിയായ തിരുവനന്തപുരം വെള്ളറട സ്വദേശി സുനിത ബേബിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കാമുകിക്കൊപ്പം ജീവിക്കാനായാണ് തിരുവനന്തപുരത്തെ വില്ലയിൽ വെച്ച് പ്രതികൾ വിദ്യയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം മൃതദേഹം തിരുനെൽവേലി ഹൈവേക്കരികിലെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കൃത്യം നടത്തിയതിന് പിന്നാലെ ഭാര്യയെ കാണാനില്ലെന്ന് പ്രേംകുമാർ തന്നെ പോലീസിൽ പരാതി നൽകി. തുടർന്ന് കാമുകിയായ സുനിതയ്ക്കൊപ്പം ഉദയംപേരൂരിൽ താമസിച്ചു വരുന്നതിനിടെ പോലീസ് ഇരുവരെയും പിടികൂടുകയായിരുന്നു. രേഖയുടെയും പ്രേംകുമാറിന്റെയും കല്യാണം കഴിഞ്ഞതിനു ശേഷമാണ് വീട്ടിൽ അറിയുന്നതെന്നാണ് രേഖയുടെ സഹോദരി സിന്ധു പ്രതികരിച്ചത്. എറണാകുളത്ത് വെച്ചായിരുന്നു രേഖ പ്രേംകുമാറിനെ പരിചയപ്പെട്ടത്. രേഖയെ ശാരീരികമായി ഉപദ്രവം ചെയ്തിരുന്നു. ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞായിരുന്നു ഇത്തരത്തിൽ ശാരീരിക ഉപദ്രവം. കൂടാതെ ഈ രേഖയുടെ ഫോൺ അടക്കം ഇയാൾ മാറ്റിവെച്ചിരുന്നു. ജൂൺ 2 പോലീസ് സ്റ്റേഷനിൽ രേഖയും പ്രേംകുമാർ എത്തിയിരുന്നു. കാരണം അത് രേഖയുടെ പരാതിയിന്മേലാണ് ഇയാളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. കൗൺസിലിംഗിന്റെ കാര്യം പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തു. ജൂൺ 2 വൈകുന്നേരം മുതൽ അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല എന്നാണ് സിന്ധു കൂട്ടിച്ചേർത്തത്. പ്രേംകുമാർ ഒരു കൊലക്കേസിലെ പ്രതിയാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും പോലീസ് പറഞ്ഞപ്പോഴാണ് അറിയുന്നതെന്നുമാണ് സിന്ധു പറയുന്നത്. മുൻ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതിയാണ് ഈ പ്രേംകുമാർ. വിദ്യയെ കൊലപ്പെടുത്തി കാടിനുള്ളിൽ തള്ളിയ കേസിൽ ജയിൽവാസം അനുഭവിച്ച് പ്രേംകുമാർ ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. ഇതിനിടെയാണ് നാടിനെ ഞെട്ടിച്ച് വീണ്ടും ഇരട്ട കൊലപാതകം നടത്തിയത്. ആദ്യ ബന്ധത്തിലെ മക്കളെ അനാഥരാക്കിയ നികൃഷ്ട ജന്മമായിരുന്നു ഇയാൾ. വിദ്യയുടെ മരണത്തിനും പ്രേംകുമാറിന്റെ ജയിൽവാസത്തിനും അപ്പുറം ഈ കൊലയുടെ യഥാർത്ഥ ഇരകളായത് ഇവരുടെ ഇളയ മകനായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ടാണ് അച്ഛനും അമ്മയും സഹോദരിയും അവൻ ഇല്ലാതായി മാറിയത്. കൊലപാതകം പുറത്തറിയുന്നതിന് മുൻപ് തന്നെ പ്രേംകുമാർ മകളെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയിരുന്നു. പ്രേംകുമാറിന്റെ സ്വഭാവത്തിൽ പേടി തോന്നിയ 9ാം ക്ലാസ്സുകാരിയായിരുന്ന മൂത്ത മകൾ സ്കൂൾ കൗൺസിലറോട് പരാതി പറഞ്ഞതോടെ കുട്ടികൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിലെത്തി. കമ്മിറ്റി പ്രേംകുമാറിന്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്തിയപ്പോൾ അവർ മകളെ മാത്രം ഏറ്റെടുക്കുകയായിരുന്നു. ബന്ധുക്കൾ കൈയൊഴിഞ്ഞ മകനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏൽപ്പിച്ച് വിദേശത്തേക്ക് കടക്കാനായിരുന്നു ഇയാളുടെ നീക്കം. വിദേശത്തേക്ക് ജോലിക്ക് പോയി ഉടൻ വരാമെന്ന് മകനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് സംരക്ഷണ കേന്ദ്രത്തിലാക്കുവാൻ വരുന്ന വഴിയിലാണ് ഇയാൾ അന്ന് പിടിയിലായത്. കൺമുന്നിലുള്ള അച്ഛന്റെ അറസ്റ്റ് ആ 6ാം ക്ലാസ്സുകാരന് ഇരട്ടി ആഘാതമാണ് ഏൽപ്പിച്ചത്. കാമുകിക്കൊപ്പം കഴിയുവാൻ ആദ്യ ഭാര്യ വിദ്യയെ ക്രൂരമായി കൊലപ്പെടുത്തി കാട്ടിൽ ഉപേക്ഷിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് 2ാം ഭാര്യ രേഖയും അമ്മ മണിയെയും പ്രേംകുമാർ അതുപോലെ തന്നെ കൊലപ്പെടുത്തിയത്. 2019 കാമുകിയായ തിരുവനന്തപുരം വെള്ളറട അഞ്ചുമരം കാല വാലൻവിള സുനിത ബേബിക്കൊപ്പം ചേർന്ന ആദ്യ ഭാര്യ ചേർത്തല കഞ്ഞിക്കുഴി പുതിയാമ്പറമ്പ് സ്വദേശി വിദ്യയെ പ്രേംകുമാർ കൊലപ്പെടുത്തിയത്. 2019 നടന്ന കൊലപാതകം ഉദയംപേരൂർ വിദ്യാ കൊലക്കേസിന്റെ പേരിൽ വൻ വിവാദമായിരുന്നു. അന്ന് ഉദയംപേരൂർ നടക്കാവിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പ്രേംകുമാറും ഭാര്യ വിദ്യയും. തിരുവനന്തപുരത്തെ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചവരാണ് ഈ പ്രേംകുമാറും സുനിതയും. സ്കൂളിൽ നടത്തിയ റീയൂണിയനു ശേഷം ഇരുവരും അടുപ്പത്തിലാവുകയായിരുന്നു. തുടർന്ന് സുനിത ഹൈദരാബാദിലെ ജോലി ഒഴിവാക്കി കടക്കയിലെ ആശുപത്രിയിൽ ചേർന്നു. പ്രേംകുമാറിന് തിരുവനന്തപുരം പേയാട് ഓഫീസ് ഉണ്ടായിരുന്നു. ഇതിനടുത്ത് ഇരുവരും ചേർന്ന് വാടകയ്ക്കാണ് താമസിച്ചത്. ഇത് വിദ്യ അറിഞ്ഞതോടെയാണ് ഇവരെ ഒഴിവാക്കാനായി തീരുമാനിച്ചത്. തുടർന്ന് സെപ്റ്റംബർ 20 പ്രേംകുമാർ വിദ്യയുടെ ഫോൺ എറണാകുളത്തെ നേത്രാവതി എക്സ്പ്രസ് ട്രെയിനിലെ കുപ്പത്തൊട്ടിയിലിട്ടു. പിന്നീട് ഉണ്ടാകുന്ന അന്വേഷണം വഴിതിരിച്ചു വിടാനായിരുന്നു ഈ സിനിമാ തന്ത്രം പ്രയോഗിച്ചത്. പിന്നീട് കഴുത്തിന് അസുഖമുള്ള വിദ്യയെ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞാണ് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. പ്രേമിന്റെ പ്രേരണയിൽ അമിതമായി മദ്യപിച്ച വിദ്യ ബോധം കെട്ടുറങ്ങി. പുലർച്ചെ 2 മണിയോടെ കയർ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു.
മുകൾ നിലയിലുണ്ടായിരുന്ന സുനിത താഴെത്തി ഹൃദയമിടിപ്പ് പരിശോധിച്ചാണ് മരണം ഉറപ്പാക്കിയത്. തുടർന്ന് മൃതദേഹം ശുചിമുറിയിലേക്ക് മാറ്റി. പിന്നാലെ ഈ സുനിത പതിവ് പോലെ തന്നെ ജോലിക്ക് പോകുന്നു. മൃതദേഹം മറവു ചെയ്യാനായി പ്രേംകുമാർ ഒരു സഹപാഠിയുടെ സഹായം തേടിയെങ്കിലും പക്ഷേ ഈ സഹപാഠി ഇതിന് തയ്യാറായില്ല. പിന്നീട് മൃതദേഹം വൈകിട്ട് ഈ പ്രേമവും സുനിതയും ചേർന്ന് കാറിൽ കൊണ്ടുപോവുകയായിരുന്നു. സുനിത പിൻസീറ്റിൽ മൃതദേഹത്തിന്റെ തോളിൽ കൈയിട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. തിരുനെൽവേലി നാഗർകോവിൽ ദേശീയപാതയിൽ രാധാപുരം നോർത്ത് വള്ളിയൂരിൽ ഏർവാടി ഓവർബ്രിഡ്ജിന് സമീപത്തെ കുറ്റിക്കാട്ടിലാണ് പിന്നീട് മൃതദേഹം തള്ളിയത്. ഇതിനുശേഷം വിദ്യയെ കാണാനില്ലെന്ന് സുനിതയ്ക്കൊപ്പം എത്തി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്നാൽ പിന്നീട് പ്രേംകുമാർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചതോടെയാണ് പോലീസിന് സംശയം തോന്നി വിശദമായ അന്വേഷണം നടത്തിയത്. തുടർന്ന് ഒളിവിൽ പോയ പ്രേംകുമാർ തന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരന്റെ വാട്സാപ്പിലേക്ക് എനിക്ക് അവളെ കൊല്ലേണ്ടി വന്നു എന്ന ശബ്ദ സന്ദേശം അയച്ചിരുന്നു. ബഹ്റൈനിലേക്ക് കടക്കുവാൻ പ്രേംകുമാർ ടിക്കറ്റ് അടക്കം തയ്യാറാക്കിയിരുന്നുവെങ്കിലും മക്കളെ അനാഥാലയത്തിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വൈകിയതിനാലാണ് യാത്ര റദ്ദാക്കേണ്ടി വന്നത്. പിന്നീട് മറ്റൊരു ദിവസം കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്തതിനു ശേഷം ബഹ്റൈനിലേക്ക് പോകാൻ പ്രതി ലക്ഷ്യമിട്ടുവെങ്കിലും അഡ്മിഷൻ എടുക്കുവാൻ അനാഥാലയത്തിൽ നിൽക്കുമ്പോഴാണ് ഈ പോലീസ് എത്തി പിടികൂടിയത്. ഹൈദരാബാദിൽ ജോലി ചെയ്തിരുന്ന സഹപാഠി സുനിതയെ സ്കൂൾ റീയൂണിയനിൽ പ്രേംകുമാർ വീണ്ടും കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയുമായിരുന്നു. ഒരുമിച്ച് ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സുനിതയും പ്രേംകുമാറും ചേർന്ന് വിദ്യയെ കൊലപ്പെടുത്തുന്നത്. സെപ്റ്റംബർ 20-ന് വിദ്യയുമായി വില്ലയിൽ എത്തിയ ശേഷം അമിതമായി മദ്യം നൽകി കഴുത്തിൽ കയറിട്ട് കുരുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്നാണ് മൃതദേഹം കാറിൽ തിരുനെൽവേലിയിൽ എത്തിച്ച് ഉപേക്ഷിച്ചത്. ഇതിനുശേഷം വിദ്യയെ കാണാനില്ലെന്ന് പ്രേംകുമാർ സുനിതയ്ക്കൊപ്പം എത്തി പോലീസിന് പരാതി നൽകുകയായിരുന്നു. പ്രേംകുമാർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചതോടെ ഈ പോലീസ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ഇരുവരും പിടിയിലാവുകയായിരുന്നു. അന്ന് നഴ്സിംഗ് സൂപ്രണ്ടായി ജോലി ചെയ്യുകയായിരുന്നു സുനിത. സുനിത ജീവിതത്തിലേക്ക് വന്നതോടെ വിദ്യ എങ്ങനെയെങ്കിലും ഒഴിവാക്കുവാനായിരുന്നു പ്രേംകുമാർ തക്കം പാർത്തിരുന്നത്. വിദ്യയ്ക്ക് മുൻപ് ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റിരുന്നു. വിദ്യയ്ക്ക് അന്ന് കഴുത്തിനാണ് പരിക്കേറ്റത്. ഇത് ആയുർവേദ ചികിത്സയുടെ ഈ ഒരു പരിക്ക് സുഖപ്പെടുത്താമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രേംകുമാർ വിദ്യയെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. തിരുവനന്തപുരത്ത് പേയാർഡ് ഗ്രേസ് എന്ന പേരുള്ള വില്ല സുനിത നേരത്തെ തന്നെ വാടകയ്ക്ക് എടുക്കുകയായിരുന്നു. ഇവിടെ വെച്ചാണ് ഇരുവരും ചേർന്ന് വിദ്യയെ കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം മൃതദേഹം വാഹനത്തിൽ കയറ്റി തിരുനെൽവേലിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു. സംഭവത്തിൽ അരങ്ങേറിയത് തമിഴ് സിനിമ 96 മോഡൽ പ്രണയവും ദൃശ്യം മോഡൽ കൊലപാതകവുമായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.